മലയാള മനോരമയിൽ തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നു. LPGയുമായി 2 കപ്പലുകൾ ഇന്ത്യയിലേക്ക് ആശ്വാസ ഇന്ധനം എന്ന തലക്കെട്ടോടെ. അതായത് സൗദിയിൽ നിന്നുള്ള എണ്ണക്കപ്പലും ഇന്ന് ഇന്ത്യൻ തീരത്ത് എത്തും. ഇന്ത്യൻ പതാകയേന്തിയ 2 പാചകവാതക കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. സൗദി അറേബ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയുമായി പുറപ്പെട്ട മറ്റൊരു കപ്പലും ഇന്ന് ഇന്ത്യൻ തീരത്തെത്തും. അപ്പോൾ വലിയ ആശ്വാസത്തിൻ്റെ വാർത്തയാണ് വരുന്നത്. നമുക്ക് ആശ്വാസ ഇന്ധനം ഉണ്ടാകും. വലിയ ആശങ്കയൊന്നും ആർക്കും വേണ്ട. ആശ്വാസമാണ് വരുന്നത്. മറ്റൊന്ന്, ശബരിമല ആടിയ ശിഷ്ടം നെയ് വിൽപ്പന 25.5 ലക്ഷത്തിലേറെയുടെ ക്രമക്കേടെന്ന റിപ്പോർട്ട്. അത് നമ്മൾ ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയതാണ്. ശബരിമല ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിൽ ഗുരുതര ക്രമക്കേട് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. കണക്കിൽ 25,52,000 രൂപയുടെ വ്യത്യാസമുള്ളതായാണ് കണ്ടെത്തൽ. വിശദമായ പരിശോധന ആവശ്യമാണെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്ക് ജസ്റ്റിസ് വി രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ്. അതായത് ഒരു ഘട്ടത്തിലും തൂക്കം പരിശോധിക്കുന്നില്ല. കണക്കുകൾ അലക്ഷ്യമായി 4 നോട്ട്ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. തിരുത്തലുകൾ ഉൾപ്പെടെയുണ്ട്. തയ്യാറാക്കുന്ന പ്ലാന്റിലും വിൽപ്പന കൗണ്ടറിലും സ്റ്റോക്ക് ഇഷ്യൂ രജിസ്റ്ററുകളിലും കൃത്യമായി സൂക്ഷിക്കുന്നില്ല എന്നതാണ്. നോക്കൂ, അവിടെ എത്ര കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ വരെ നടത്തിയതെന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ശബരിമല എന്നാൽ അടിമുടി അഴിമതി നടത്താനുള്ള ഒരു കേന്ദ്രമാണ് എന്ന തോന്നൽ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഇത്തരം പിടിക്കപ്പെടലുകൾ ഉണ്ടാകുന്നതും. ഉൾപ്പേജിലേക്കൊക്കെ വന്നാൽ ഈ മത്സര താല്പര്യം 9 MPമാർക്കുണ്ട് എന്ന റൂബിൻ ജോസഫിൻ്റെ വാർത്തയുണ്ട്. K. സുധാകരൻ ഇടഞ്ഞു തന്നെ എന്ന വാർത്ത അവിടെയുണ്ട്. ഇനി നമുക്ക് ഉൾപ്പേജിലേക്ക് വീണ്ടും വിശദമായി വന്നാൽ നോക്കാം. കായിക വാർത്ത വളരെ സജീവമായി അവർ നൽകാറുണ്ട്. നെയ്മർ എവിടെയാണ് എന്ന ചോദ്യം ഉയർത്തുന്നു. ശരിയാണ്, നമ്മൾ എപ്പോഴും മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ഈ 3 പേരെയാണ് നമ്മളെപ്പോഴും ഒരു കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്. അതിൽ ആരാധകർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ നെയ്മറിൻ്റെ സ്കിൽ അപാരമാണ്. സ്കില്ലെന്ന് വെച്ചാൽ നെയ്മറാണ്. ഇപ്പോൾ മെസ്സി വെരി ഫാസ്റ്റാണ്, ട്രിക്കിയാണ്, ടോട്ടൽ ഫുട്ബോളറാണ്, ഗംഭീരമാണ്. അതിനത്രയും എത്തുമെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ടല്ല എന്ന് ഞാൻ പറയും. പക്ഷേ നെയ്മർ എവിടെയാണ് എന്ന ചോദ്യം. പരിക്ക് ഭേദമാക്കി ലോകകപ്പ് കളിക്കാൻ നെയ്മർ വരുമ്പോൾ വലിയ ഇത്രയേറെ മികവുണ്ടായ ഒരു താരമായിട്ടും ഏറെ നിർഭാഗ്യവാനാണ് നെയ്മർ. പലപ്പോഴും പരിക്ക് വല്ലാതെ പിടികൂടുന്നു. ഒരു ലോകകപ്പിൽ മുഴുവൻ പരിക്കിൻ്റെ അഭിനയത്തിൻ്റെ പേരിൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരാളാണ് നെയ്മർ. പക്ഷേ പരിക്ക് ആ താരത്തിൻ്റെ മികവിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഷീന K. തോമസിൻ്റെ റിപ്പോർട്ടാണ്. ഗോളും ഫൗളും എന്ന് പറയുന്നു. ബ്രസീൽ ഫുട്ബോളർ നെയ്മറിൻ്റെ ശരീരം ഫുട്ബോൾ മൈതാനം പോലെ തന്നെയാണ്. കളിക്കാരുടെ ഓരോ ചലനവും വേഗമേറിയ പാസുകളും മൈതാനത്തെ കീറിമുറിക്കുന്നത് പോലെ. പരിക്കിൻ്റെ പരുക്കൻ പാസുകൾ നെയ്മറിൻ്റെ ശരീരത്തെയും കീറിമുറിക്കുകയാണ്. പരിക്കേറ്റ് വീഴുന്നത് പതിവാക്കിയ 34-കാരൻ നെയ്മർ ജൂണിൽ ആരംഭിക്കുന്ന ലോകകപ്പിലുള്ള ബ്രസീൽ ടീമിലുണ്ടാകുമോ എന്ന ചൂടേറിയ ചർച്ച ഫുട്ബോൾ ലോകത്ത് നടക്കുകയാണ് എന്ന് പറയുന്ന വാർത്തയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ISL ഫുട്ബോൾ ഇന്ന് കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടും. 5ാമത്തെ മത്സരമാണെന്നാണ് ഓർമ്മ. ഏതായാലും 4ലും തോറ്റു. ഇന്നെങ്കിലും ഒന്ന് ജയിച്ചെങ്കിൽ എന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. കാരണം ടീം അത്ര സെറ്റല്ല. പിന്നെ യുവരാജിനെ തഴഞ്ഞതിൽ ധോണിക്ക് പങ്കില്ല എന്ന സന്ദീപ് പാട്ടീലിൻ്റെ വെളിപ്പെടുത്തലും ഈ മനോരമയുടെ സ്പോർട്സ് പേജിൽ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ജന്മഭൂമി അല്ലേ? യെസ്, ജന്മഭൂമിയിൽ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് സുധാകരൻ്റെ വാർത്തയാണ്. K. സുധാകരൻ ഇടഞ്ഞു, കോൺഗ്രസിലും അടിമൂത്തു. അപ്പോൾ MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെയാണ് ഇപ്പോൾ K. സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ണൂർ നിയമസഭയിൽ സീറ്റ് തനിക്ക് തരണമെന്നാണ് സുധാകരൻ്റെ ആവശ്യം. അപ്പോൾ അതാണ് ഒരു വലിയ വാർത്തയായിട്ട് ജന്മഭൂമിയിൽ നൽകിയിരിക്കുന്നത്. വേറെ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ തന്നെ 7 ലക്ഷം കാർഡുടമകളെ ഇടതു സർക്കാർ ദരിദ്രരാക്കി. അതും ജന്മഭൂമി പറഞ്ഞിരിക്കുന്നത് ദരിദ്രരല്ലാത്ത സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടിയിട്ടാണ് ഈ കാർഡുടമകളെ പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് തന്നെ കപ്പലുകൾക്ക് സുരക്ഷിത യാത്ര, ഇറാൻ പ്രസിഡന്റുമായി നരേന്ദ്രമോദി സംസാരിച്ചു. യെസ്, ഇറാൻ US ഇസ്രായേൽ സംഘർഷം വഷളായ സാഹചര്യത്തിൽ സുരക്ഷയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ കപ്പലുകൾ ഹോർമോസ് കടലിടുക്കിലൂടെ കടത്തിവിടും എന്നുള്ളൊരു വാർത്തയും ഉണ്ട്. കൃഷ്ണരാജ്. ശരി, അപ്പോൾ മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയുടെ മുഖപ്പേജിൽ
ഈ മുഖപ്പേജ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, 2-3 പരസ്യ പേജുകൾ ഉള്ളതുകൊണ്ട് ഇപ്പം മുഖപ്പേജ് ഏതാണെന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ട്. എങ്കിലും ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റം സർക്കാർ തിരുത്തി, യു ടേൺ ഇങ്ങനെ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. ആചാരം സംരക്ഷിക്കണമെന്ന പുതിയ നിലപാട് ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നാണ് അന്നത്തെ നിലപാട്. അതായത് 2018 10-ാം മാസം 4-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്പലത്തിൽ ആരെങ്കിലും പോകരുത് എന്ന് വെക്കാൻ ഏതെങ്കിലും ഒരു കൂട്ടർ വിചാരിച്ചാൽ കഴിയുമോ? നിയമവാഴ്ചയുള്ള നാട്ടിൽ സുപ്രീം കോടതി ഒരു നിലപാടെടുത്താൽ അത് നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അപ്പോൾ യുവതീ പ്രവേശനം അനുവദിക്കുമെന്ന് അന്ന് പറഞ്ഞത്, ഇന്നത്തെ നിലപാട് യുവതീ പ്രവേശന നിലപാടിൽ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടിയെടുക്കണമെന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനം. ഒരേ സമയം MV ഗോവിന്ദൻ തിരുത്തില്ല എന്ന് പറയുകയും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് പറയുകയും ചെയ്തത് എന്താണ് CPMൻ്റെ ഇരട്ടത്താപ്പെന്നതിൻ്റെ പുതിയ ഉദാഹരണമായി മാറുന്നു. മറ്റൊരു വാർത്ത, ചെറിയ കോളം വാർത്തയാണ്, പക്ഷേ LPG ആഭ്യന്തര ഉൽപ്പാദനം 30% കൂട്ടി. അപ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ വീട്ടിലെത്തുമോ, വൈകുമോ, ഈ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തു ചെയ്യും, അങ്ങനെ വലിയ ആശങ്കയാണ് കേരളത്തിലെ അടുക്കളകളിൽ. അപ്പോൾ ആ ആശങ്ക മാറ്റുന്നതിന് 2 കപ്പലുകൾ വരുന്നുണ്ട്. മാത്രമല്ല ആഭ്യന്തര ഉൽപ്പാദനം, ഭാരതത്തിനുള്ളിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് 30% കൂട്ടിയിട്ടുണ്ട്. ഇനി ഉൾപേജിലേക്ക് വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരും എന്ന തലക്കെട്ടോടെ രാജീവ് ചന്ദ്രശേഖറുമായി നടത്തിയ അഭിമുഖം മാതൃഭൂമിയുടെ പ്രതിനിധി MK സുരേഷ് നടത്തിയ അഭിമുഖം പങ്കുവയ്ക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരുമെന്ന് അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMോ കോൺഗ്രസോ നയിക്കുന്ന മുന്നണികൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേരള ജനത നൽകില്ലെന്ന് ഉറപ്പാണ്. കേരളം ഏതു ദിശയിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്ലീൻ മെജോറിറ്റി തരൂ എന്ന് പറയുന്നത്. വെറുമൊരു പോരാട്ടം മാത്രമായിരിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രതീക്ഷ എന്താണ്, നിലപാട് എന്താണെന്ന് വിശദീകരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. മറ്റൊന്ന്, ട്രാൻസ്ജെൻഡർ നിർണയം മെഡിക്കൽ ബോർഡിന്. ഇനി മുതൽ ട്രാൻസ്ജെൻഡർ നിർവചനത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയും ട്രാൻസ്ജെൻഡറുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് ശിക്ഷാവ്യവസ്ഥകൾ കർശനമാക്കിയുമുള്ള ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭയിൽ എന്ന വാർത്ത അവർ വളരെ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. ഇനി സ്പോർട്സ് പേജൊന്നും കാര്യമായി നമ്മൾ പറയേണ്ട. തലമാറുമോ എന്നൊരു ചോദ്യം. അതായത് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയ നമ്മുടെ സഞ്ജു ഇനിയിപ്പോൾ ചെന്നൈ ജേഴ്സിയിൽ സഞ്ജുവിൻ്റെ ആദ്യ മത്സരം രാജസ്ഥാനെതിരെയാണ്. തലവരെയുണ്ടെങ്കിൽ താനേ വരും എന്നൊരു ചൊല്ലുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സും സഞ്ജു സാംസണും തമ്മിലുള്ള ബന്ധവും ഇങ്ങനെയാണ്. സഞ്ജു ടീമിലെത്തി, ഇനി ക്യാപ്റ്റനാകുമോ എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇനി കേരള കൗമുദി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ തന്നെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്ത സുഹൃത്തെന്ന് ഇറാൻ, അതായത് ഇന്ത്യ ഇറാൻ്റെ അടുത്ത സുഹൃത്തെന്നാണ് പറയുന്നത്. ഹോർമോസിൽ ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടും. ഇന്ത്യ അടുത്ത സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ കടലിടുക്കിൽ കൂടെ എന്താ പറയുക, കപ്പലുകൾ കടത്തിവിടുന്നതാണ് ഫസ്റ്റ് പേജിൽ ഒരു വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തും ഒരു ഫ്രണ്ട് പേജ് ഉണ്ട്. ഇവിടെ യുവതീ പ്രവേശനം വേണ്ടേ വേണ്ട, സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കും. യുവതീ പ്രവേശനത്തെ പറ്റിയിട്ടാണ്. പിന്നെ ഒരു ചെറിയൊരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് വോട്ടിൻ്റെ നയം മാറ്റം. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഉൾപ്പെടെ CPM വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊക്കെയാണ് കേരള കൗമുദി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് വാർത്ത ഉൾപേജിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടത്, ചാലയിലെ ഹോട്ടലിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ചു. ഇന്നലെ നടന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാണ്ടായതുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ തന്നെ മോഷ്ടിച്ച് കളയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൗമുദിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി എന്താണ് കൃഷ്ണരാജ്? ഇനി നമുക്ക് ഇടവേള വേണം. അപ്പോൾ വരികൾക്കിടയിൽ പത്രവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക നമ്മുടെ ഒരു പതിവാണ്. അതിന് ഏറെ പ്രേക്ഷകരും ഉണ്ട് കേട്ടോ. കാര്യം ഒരുപക്ഷെ രാവിലെ പത്രം വായിക്കാൻ സമയം കിട്ടാത്തവർ, ജോലിക്ക് പോകുന്നവർ, തിരക്ക് കാരണം പത്രം എടുത്ത് സിറ്റൗട്ടിലേക്കൊന്ന് എറിഞ്ഞിട്ട് പോകാൻ പോലും സമയമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വാഹനത്തിലിരുന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ഓണാക്കി വെച്ചോ ടെലിവിഷൻ ഓണാക്കി വെച്ചോ ഒക്കെ ഇത് കേൾക്കാൻ പറ്റും. ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്.